റീസെൻ്റ്ലി ഐ ഹാവ് സീൻ നമ്മുടെ കൽക്കി ഫിലിം. നാഗ് അശ്വിൻ ഡയറക്റ്റ് ചെയ്ത, നാഗ് അശ്വിൻ മഹാനദിയുടെ ഒക്കെ ഡയറക്ടറാണ്. ഐ തിങ്ക് ഐ എം നോട്ട് ഇൻ ടു ദ ഡീപ്പ്. പക്ഷേ ഞാൻ മഹാനടി കണ്ടിട്ടുണ്ട്. സൂപ്പർ ഫിലിമാണ്. ഗുഡ് റൈറ്റർ ഐ ഹാവ് എവർ സീൻ എന്ന് ഞാൻ പറയും. ആക്ച്വലി സ്റ്റോറി നറേഷൻ അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ പോണില്ല. ഞാൻ കണ്ട ഫിലിമിന് എനിക്ക് സാധാ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയത് VFX വാസ് മൈൻഡ് ബ്ലോയിങ്. VFX രക്ഷ ഉണ്ടായിരുന്നു. നല്ല സംഭവമായിരുന്നു. പക്ഷേ അമിതാഭ് ബച്ചൻ്റെ ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തത് കുറച്ച് ആർട്ടിഫിഷ്യലായി തോന്നി. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ദ റൈറ്റർ ഗിവ്സ് എ റൗണ്ട് ഓഫ് അപ്ലോസ് റിയലി. ബിക്കോസ് കഥ ഇങ്ങനെ ആക്കിയെടുക്കാം. നമുക്ക് ഒരു ഹിന്ദു അല്ലെങ്കിൽ പോലും ഹിന്ദു മിത്തോളജി പ്രകാരം മഹാഭാരതത്തിലെ അവസാനത്തെ യുദ്ധം കഴിഞ്ഞിട്ടുള്ള കഥയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അന്വേഷിച്ചിട്ടും കാര്യങ്ങളല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു പ്രേക്ഷക എന്ന രീതിയിൽ ഇതൊന്നും അറിയാത്ത ഒരാൾ പോയി കണ്ടു എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതാണ്. കഥ എഴുതിയേക്കുന്നത് അടിപൊളി. അതിൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് ബോറടിക്കും, ഇത്തിരിയൊക്കെ കുറച്ച് ലാഗ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങിയ ആ സമയത്താണ് സിനിമ അവസാനിച്ചത്. അത് മാത്രമേ എനിക്ക് ഇത്തിരി വിഷമമായുള്ളൂ. മസ്റ്റ് വാച്ച് ഫിലിമാണ്. തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യേണ്ട ഫിലിമാണ് സീരിയസ്ലി.